സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം കാത്തിരിക്കുകയാണ് നാട്. മോചനവുമായി ബന്ധപ്പെട്ട് കേസ് റിയാദിലെ കോടതി അല്പസമയത്തിനുള്ളിൽ പരിഗണിച്ചേക്കും. ഇന്ന് ജയിൽ മോചന ഉത്തരവുണ്ടാകും എന്നാണ് പ്രതീക്ഷ. വിവരങ്ങളുമായി സൗദിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജലീൽ കണ്ണമംഗലം. അബ്ദുറഹീമിന്റെ കോഴിക്കോട് ഫറൂഖിലെ വസതിയിൽ നിന്ന് രാഹുൽ സുരേഷ് എന്നിവർ തത്സമയം. ആദ്യം സൗദിയിലേക്കാണ്. ജലീൽ, കഴിഞ്ഞ ദിവസവും മാറ്റിവെച്ചിരുന്നു, അത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെയാണ്. ഇപ്പോൾ സമർപ്പിക്കാനുള്ള മുഴുവൻ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട് എന്നത് അഭിഭാഷകർ അറിയിച്ചു കഴിഞ്ഞ ദിവസം. ഇന്നിപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇന്ന് ആ ഉത്തരവുണ്ടാകുമോ? അനുജ, കഴിഞ്ഞ 18 വർഷത്തോളമായി സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അല്പസമയത്തിന് ശേഷം കോടതി, റിയാദിലെ ക്രിമിനൽ കോടതി കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. നവംബർ 17-ന് നീട്ടിവെച്ച് ഡിസംബർ 8-ന് വീണ്ടും പരിഗണിച്ചപ്പോൾ ഈ 4 ദിവസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും എന്നാണ് കോടതി അറിയിച്ചത്. 4 ദിവസത്തിന് ശേഷം പരിഗണിക്കുന്നത് തന്നെ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് നിയമസഹായ സമിതി വിലയിരുത്തുന്നത്. ഇന്ന് കോടതി കേസ് പരിഗണിക്കുമ്പോൾ അബ്ദുറഹീമും അഭിഭാഷകനും ഒക്കെ ഓൺലൈൻ വഴി കോടതിയിൽ ഹാജരാകും. അതോടൊപ്പം തന്നെ അബ്ദുറഹീമിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തുവൂരും ഇന്ത്യൻ എംബസി പ്രതിനിധി യൂസുഫ് കാക്കഞ്ചേരിയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷ്യം വഹിക്കാൻ ആ പരിസരത്തുണ്ടാകും. ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ മോചന ഉത്തരവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഗവർണറേറ്റിന്റെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും അബ്ദുറഹീം നാട്ടിലേക്ക് മടങ്ങുക. കഴിഞ്ഞ ജൂലൈ 2-ന് അബ്ദുറഹീമിന്റെ വധശിക്ഷ റിയാദിലെ കോടതി റദ്ദാക്കിയിരുന്നു. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളോ അതോടൊപ്പം തന്നെ പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീരാത്തതുമൊക്കെയാണ് മോചനം വൈകാനുള്ള കാരണം എന്നാണ് കരുതുന്നത്. 2006-ലാണ് ഈ അബ്ദുറഹീം സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിലാവുന്നത്. ഞാൻ ജലീലിലേക്ക് എത്താം. ഇപ്പോൾ കോഴിക്കോട് ഫറൂഖിൽ അബ്ദുറഹീമിന്റെ വസതിയിൽ നിന്ന് രാഹുൽ സുരേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായുണ്ട്. രാഹുൽ, കഴിഞ്ഞ തവണയൊക്കെ നിയമസഹായ സമിതി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരല്പം നിരാശയിലായിരുന്നു. ഇന്നിപ്പോൾ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിലാണോ കുടുംബം? വിവരങ്ങൾ എന്താണ്? അനുജ, റിയാദിലെ ക്രിമിനൽ കോടതി കേസ് പരിഗണിക്കുമ്പോൾ കോടമ്പുഴ എന്ന നാട്ടിലെ എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. റഹീം നിയമസഹായ സമിതി അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. റഹീമിൻ്റെ ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ ആ വിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. അല്പസമയത്തിനുള്ളിൽ കേസ് പരിഗണിക്കും. ഇന്ന് ഈ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. 4 ദിവസം മുമ്പ് കേസ് പരിഗണിച്ചപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ കേസ് മാറ്റിവെക്കുകയായിരുന്നു. അന്ന് ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് റഹീം നിയമസഹായ സമിതി അംഗങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. അല്പസമയത്തിനുള്ളിൽ കേസ് പരിഗണിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് റഹീം നിയമസഹായ സമിതി ഇതിനെ കാണുന്നത്? റഹീം നിയമസഹായ സമിതിയും അതുപോലെ തന്നെ റഹീമിൻ്റെ കുടുംബം, ലോക മലയാളികൾ എല്ലാവരും ഇന്ന് റഹീമിൻ്റെ വാർത്തക്കായി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനൊക്കെ നമുക്ക് ആ വാർത്ത ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ സാങ്കേതികമായ ചില വിഷയങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നടക്കുന്നതേ ഉള്ളൂ. ആ കാര്യങ്ങൾ ഉടനെ അറിയിക്കും. കഴിഞ്ഞ 3 തവണ ഉണ്ടാകാതെ ഇരുന്ന ആ തടസ്സങ്ങൾ ഇന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പം കോടതിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വിധി ഉണ്ടാവുമോ എന്നുള്ള കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം. ഏറ്റവും ഒടുവിൽ അവിടുന്ന് കിട്ടുന്ന വിവരം എന്താണ്? അല്ല, അവിടുന്ന് കൃത്യമായൊരു വിവരം കിട്ടിയിട്ടില്ല. കോടതി നടപടികൾ തുടങ്ങിയെന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇനി കുടുംബാംഗങ്ങൾ കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ കേസ് പരിഗണിക്കുകയാണ്. റഹീമിൻ്റെ സഹോദരൻ നസീറാണ് ചെയ്യുന്നത്. നസീർക്ക് നമ്മൾ കാത്തിരിപ്പിലാണ്. ഇപ്പോൾ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ നടപടി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്താണെന്നൊരു അവിടെ തുടങ്ങിയെന്നുള്ളതാണ്. പക്ഷെ നമ്മളെല്ലാവരും പ്രതീക്ഷയിലാണല്ലോ. 4 ദിവസം കൊണ്ട് കേസ് എടുത്തതന്നെ ഒരു സുപ്രതീക്ഷയിലാണ്. നല്ലൊരു വിഷയം, എന്താണ് അവൻ്റെ റിലീസ് ഓർഡർ ആയിട്ടുള്ളൊരു അറിയിപ്പ് വരട്ടെ എന്നുള്ളൊരു ഇതിലൊന്ന് വെയിറ്റ് ചെയ്യണം. അനുജ, പ്രതീക്ഷയ്ക്ക് ചില കാരണങ്ങളുണ്ട്. കാരണം നേരത്തെ 3 തവണ കേസെടുത്തപ്പോഴും 2 മാസത്തിലധികം ഗ്യാപ്പ് ഉണ്ടായിരുന്നു പിന്നീട് കേസുകൾ എടുക്കുന്നതിന് ചില ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം 4 ദിവസം മുമ്പാണ് കേസെടുത്തത്. വേഗം തന്നെ വീണ്ടും ഇന്നിപ്പോൾ പരിഗണിക്കുകയാണ്. അതുകൊണ്ട് കുറേയധികം പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷ വാനോളമാണ്. അതിനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ആയുസ്. അതിനുശേഷം അറിയാം എന്താകും തീരുമാനം എന്നുള്ളത്.